മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. സുഭാഷിതങ്ങൾ 16:3. നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ പൂർത്തിയാവും. സ്നേഹം നിറഞ്ഞവരെ, ഈ പ്രഭാതത്തിൽ ഈശോ നമ്മെ ക്ഷണിക്കുകയാണ്. നമ്മുടെ പ്രയത്നങ്ങളെല്ലാം നമുക്ക് കർത്താവിനെ ഭരമേൽപ്പിച്ചുകൊണ്ട് സുന്ദരമായ ഈ പ്രഭാതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ ഒരു പ്രഭാത വിരുന്നിലേക്ക് നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ഈ ഒരു ശുശ്രൂഷയെ പങ്കുചേരുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ കൃപ നമ്മിലേക്ക് ഒഴുകുവാൻ ഈ ദിവസം ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥ അപേക്ഷിക്കാം. പ്രത്യേകിച്ചും ഈ ഒരു ശുശ്രൂഷ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയിൽ നടക്കുന്നൊരു ശുശ്രൂഷയാണ്. ഈ പ്രഭാത വിരുന്നിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ഈ ദിവസത്തെ എല്ലാ സ്വപ്നങ്ങളും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ചാരംഭിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ ഈ ശുശ്രൂഷയ്ക്ക് നിയോഗമായിട്ട് അസ്വസ്ഥതകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യരെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മനസ്സിൽ ഭാരങ്ങളുമായിട്ട് ഈ പ്രഭാതം ആരംഭിക്കുന്നവർ, ഒത്തിരിയേറെ അസ്വസ്ഥതകളുമായിട്ട് ഈ പ്രഭാതത്തിലേക്ക് ചുവടുവെക്കുന്നവർ, ഇന്ന് നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒത്തിരി ആകുലതയുള്ളവർ, എല്ലാവരെയും നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അർപ്പിക്കാം. ആ സുഭാഷിതങ്ങൾ 16:3 നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും കൊണ്ടുവരാം. നിൻ്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിൻ്റെ പദ്ധതികൾ പൂവണി. നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഈ ദിവസത്തെ മുഴുവനും സമർപ്പിച്ചുകൊണ്ട് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ അഭിഷേകം സ്വീകരിക്കാം. പരിശുദ്ധാത്മാവ് തുറന്നു തന്നാൽ മാത്രമേ നമുക്ക് വചനത്തിൻ്റെ പൊരുൾ ഗ്രഹിക്കുകയുള്ളൂ. നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവേ, ഞങ്ങൾ നിറയണമേ, ഞങ്ങൾ കേൾക്കാൻ പോകുന്ന വചനം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വചനഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഇന്ന് നമ്മൾ വായിക്കുക യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങളാണ്. ശിമയോൻ പത്രോസ്, ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ്, ഗലീലായിലെ കാനായിൽ നിന്നുള്ള നഥാനിയേൽ, സെബദിയുടെ പുത്രന്മാർ എന്നിവരും വേറെ 2 ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയായിരുന്നു. ശിമയോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങളും നിന്നോടുകൂടെ വരുന്നു. അവർ പോയി വള്ളത്തിൽ കയറി. എന്നാൽ ആ രാത്രി അവർക്ക് ഒന്നും കിട്ടിയില്ല. ഉഷസായപ്പോൾ യേശു കടൽക്കരയിൽ വന്നു നിന്നു. എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. അവൻ പറഞ്ഞു, വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിറക്കുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അവർ വലയിട്ടു. അപ്പോൾ വലയിൽ അകപ്പെട്ട മത്സ്യത്തിൻ്റെ ആധിക്യം നിമിത്തം അത് വലിച്ചു കയറ്റുവാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, ഇത് കർത്താവാണ്. സ്നേഹം നിറഞ്ഞവരെ, സാഹചര്യം നമുക്കറിയാം. ഈശോയുടെ മരണത്തോടു കൂടെ ആകെ തകർന്നു പോയിരിക്കുന്ന ശിഷ്യന്മാർ, അവരെല്ലാ പ്രതീക്ഷകളും അറ്റുപോയി, ആകെ നിരാശയിലാണ്.
അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് പത്രോസ് കൂടെയുള്ളവരോട് പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. കൂടെയുള്ളവർ പറയുന്നു, ഞങ്ങളും കൂടെ പോരാ. പ്രിയപ്പെട്ടവർ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ തകർച്ചകൾ വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ പിന്നിലേക്ക് നടക്കുക. നമുക്കറിയാം ഈ ശിഷ്യന്മാരുടെ ചരിത്രം. അവർ മീൻപിടുത്തക്കാരായിരുന്നു. അവിടെ നിന്നാണ് ഈശോ അവരെ മനുഷ്യരെ പിടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് പുതിയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതാണ്. 3 വർഷക്കാലം അവർ സന്തോഷമായിട്ട് നടന്നതാണ്. പക്ഷേ ജീവിതത്തിൽ ചില പ്രതീക്ഷകൾ പെട്ടെന്ന് അങ്ങോട്ട് കെട്ടുപോയപ്പോൾ, ചില ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും പതറുകയാണ്. അവർ പറയുകയാണ്, നമുക്ക് വീണ്ടും മീൻ പിടിക്കാൻ പോവാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ തകർച്ചകൾ വരുമ്പോൾ, വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ, ആ സമയം നോക്കിയാണ് സാത്താൻ നമ്മളെ വീണ്ടും നമ്മുടെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക. മദ്യപാനത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കരകയറി വരുന്ന ചില വ്യക്തികൾക്ക് ജീവിതത്തിൽ ചില അപ്രതീക്ഷിതമായ അനുഭവം ഉണ്ടാകുമ്പോൾ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് പോകാനുള്ളൊരു പ്രവണത. ഇതുതന്നെയാണ് പത്രോസിലും കൂട്ടരിലും നമ്മൾ കാണുക. അവർ പറയുകയാണ്, നമുക്ക് വീണ്ടും പഴയ പണിയിലേക്ക് പോവാം. എന്നാൽ ആ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാതെ നിരാശപ്പെട്ട് ഇരിക്കുന്ന ആ മനുഷ്യരെ ഉപേക്ഷിക്കുവാനല്ല ഈശോ തീരുമാനിച്ചത്. വചനം പറയുകയാണ്, ആ രാത്രിയിൽ ഈശോ പോയി ആ കടലിൻ്റെ കരയിൽ നിന്ന് ചോദിക്കുകയാണ്, മക്കളെ നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? ഇല്ല എന്നുള്ള നിരാശയുടെ മറുപടിയിൽ അവിടുന്ന് പറയുകയാണ്, നിരാശപ്പെടേണ്ട, നിങ്ങൾ വലതുവശത്ത് വലയിറക്കുക. അത്ഭുതകരമായിട്ട് വല നിറയെ മീൻ കിട്ടുന്നു നമ്മൾ കാണുന്നു. ഇവിടെയാണ് മറ്റൊരു വലിയ സത്യം നമ്മൾ കാണുക. ഈ ഒരു അത്ഭുതം നടന്നപ്പോൾ ഉടനെ തന്നെ യോഹന്നാൻ ശ്ലീഹ വിളിച്ചു പറയുകയാണ്, അത് കർത്താവാണ്. ഇരുട്ടാണ്, കരയിൽ നിൽക്കുന്ന വ്യക്തി ആരാന്നൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ ആ വചനം തങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അത്ഭുതങ്ങളിലേക്ക് നോക്കിയിരിക്കുവാനല്ല യോഹന്നാൻ ചെയ്യുന്നത്, അതല്ല യോഹന്നാന് തോന്നിയത്. മറിച്ച് അത്ഭുതങ്ങൾ തന്നവനിലേക്ക് കണ്ണുകൾ ഉയർത്തുവാനായിട്ടാണ്. ഈ പ്രഭാതത്തിൽ ഈശോ നമ്മോട് പറയുന്നത് അത് തന്നെയാണ്. ദൈവം നമുക്ക് അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകുമ്പോൾ അത്ഭുതങ്ങളിൽ ഇങ്ങനെ കണ്ണു നട്ടിരിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. മറിച്ച് അത്ഭുതങ്ങൾ നമുക്ക് ചൊരിയുന്ന കർത്താവിലേക്ക് കണ്ണുകൾ ഉയർത്താനായിട്ട് നമുക്ക് സാധിക്കണം. ആ ശിഷ്യന്മാർ ആ മീനുമായിട്ട് കരയ്ക്കടുക്കുമ്പോൾ കാണുന്നത് പ്രാതൽ ഒരുക്കി വെച്ചുകൊണ്ട് മക്കളെ വന്ന് കഴിക്കുവിനെന്ന് പറയുന്ന കർത്താവിനെയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം നമുക്ക് ദൈവം ഒരുക്കുന്ന ഒത്തിരിയേറെ നന്മകളുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഈ പത്രോസിനെയും കൂട്ടരെയും പോലെ നിരാശയിലായിരിക്കുക, നമ്മുടെ പ്രതീക്ഷ അറ്റിരിക്കുന്ന സമയമാവാം. പുതിയൊരു പ്രഭാതത്തിലേക്ക് എഴുന്നേൽക്കുവാൻ തന്നെ നമുക്ക് അല്പം മടിയായിരുന്നിരിക്കാം. ഒത്തിരി അസ്വസ്ഥത ഉണ്ടാവാം. നമ്മളൊരു പക്ഷേ പാദങ്ങൾ ഇടറി പഴയ ജീവിത രീതിയിലേക്ക് മാറിയിട്ടുണ്ടാവാം. എന്നാൽ നമ്മളെ കുറ്റപ്പെടുത്താനോ നമ്മളെ ഉപേക്ഷിക്കാനോ അല്ല ഈ പ്രഭാതത്തിൽ കർത്താവ് ആഗ്രഹിക്കുക. മറിച്ച് കർത്താവ് നമ്മുടെ പിന്നാലെ വരികയാണ്, നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. മക്കളെ വല്ലതും കിട്ടിയോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനും ഞാൻ പറഞ്ഞു തരുന്ന മാർഗത്തിലൂടെ സഞ്ചരിക്ക് എന്ന് പറയുവാനും ഈ പ്രഭാതം ഈശോ ഉപയോഗിക്കുകയാണ്. കർത്താവിൻ്റെ വചനം കേൾക്കാം. ആ ശിഷ്യന്മാർ അവിടുന്ന് പറഞ്ഞ വചനം കേട്ടുകൊണ്ട് വലയിറക്കി ആ വല നിറച്ച് മീൻ കിട്ടുന്നത് നമ്മൾ കാണുകയാണ്. അവിടെ ആ ഒരു സമൃദ്ധിയിലേക്ക് നോക്കി മതിമറക്കുകയല്ല അവർ ചെയ്തത്, മറിച്ച് അവർ തിരിച്ചറിയുകയാണ്, ഇതിൻ്റെ പിന്നിൽ എൻ്റെ കർത്താവാണ്. അവരുടെ ജീവിതത്തിലേക്ക് വീണ്ടും സമൃദ്ധി വന്നപ്പോൾ അവർ ദൈവത്തെ മറക്കുകയല്ല ചെയ്തത്, മറിച്ച് ദൈവത്തിൻ്റെ ശക്തി മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും കർത്താവിനോട് ചേരുകയാണ്. ഇന്ന് കർത്താവ് നമുക്കായി ഒരുക്കിയിരിക്കുന്ന എല്ലാ നന്മകൾക്കും നമുക്ക് നന്ദി പറയാം. ആ നന്മകളിലൂടെ കർത്താവിനെ തിരിച്ചറിയുവാനും കർത്താവിൻ്റെ മഹത്വം അനുഭവിക്കുവാനും നമുക്കിടയാകട്ടെ. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. ഈ ദിവസത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവം നമുക്കായി ഒരുക്കുന്ന കൃപകൾ നന്ദിയോടുകൂടെ സ്വീകരിക്കുവാനുള്ളൊരു മനസ്സ് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. അതിലുപരിയായിട്ട് നന്മകൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ ആ നന്മകൾ തരുന്ന ദൈവത്തിലേക്ക് തിരിയുവാനുള്ള ഉൾക്കാഴ്ച നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്രതീക്ഷിതമായ ചില നിരാശകൾ കടന്നു വരുമ്പോൾ, വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ പഴയ ജീവിത രീതിയിലേക്ക് മടങ്ങിപ്പോകാനുള്ളതല്ല, മറിച്ച് കർത്താവിൽ ആശ്രയിക്കാനുള്ളതാണ് എന്നുള്ള ബോധ്യം ലഭിക്കുവാനായിട്ട്
ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. സ്നേഹം നിറഞ്ഞവരെ, ത്രിത്വേക ദൈവത്തോട്, അതുപോലെ തന്നെ സകല വിശുദ്ധരോട്, സകല മാലാഖമാരോട് എല്ലാം ചേർന്ന് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ പ്രഭാത വിരുന്നിൽ ആയിരിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വേക ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ഒരു പ്രഭാതം ഞങ്ങൾക്കായി ഒരുക്കിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുകയാണ്. പരിശുദ്ധ കന്യകാ മറിയമ്മേ, ഞങ്ങളുടെ അമ്മേ, കുരിശിൽ ഈശോ ഞങ്ങൾക്ക് നൽകിയ ഞങ്ങളുടെ സമ്മാനമേ, അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതം സുന്ദരമായിരിക്കുവാനായിട്ട് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അപേക്ഷിക്കണമേ. നസ്രത്തിലെ തിരുക്കുടുംബത്തിന് കാവൽ നിന്ന വിശുദ്ധ ഔസേപ്പിതാവേ, ഞങ്ങൾക്ക് കാവലായിരിക്കണമേ. ഞങ്ങൾ ഇന്ന് ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ മേഖലകളിലും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ശക്തമായ സംരക്ഷണം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കാവൽ മാലാഖമാരെ, ഞങ്ങളുടെ പേരിൻ്റെ കാരണഭൂതരായ വിശുദ്ധരെ, പ്രത്യേകമായിട്ട് നിങ്ങളുടെ മധ്യസ്ഥം ഞങ്ങൾ യാചിക്കുകയാണ്. പ്രത്യേകമായിട്ട് ഞങ്ങളുടെ ഇടവകയുടെ മധ്യസ്ഥനായിട്ട് അല്ലെങ്കിൽ മധ്യസ്ഥയായിട്ട് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വിശുദ്ധരെ പ്രത്യേകമായിട്ട് ഈ ദിവസം ഞങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മാധ്യസ്ഥ അപേക്ഷിക്കണമേ. സ്നേഹം നിറഞ്ഞവരെ, ഈ സമയത്ത് മരിയൻ കൂടാരങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ഒരു ശുശ്രൂഷയുടെ വിജയത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകം മക്കളെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഉയർത്താം. അവരുടെ നിരന്തരമായ പ്രാർത്ഥന നമുക്കെന്നും ഒരു അഭിഷേകമാണ്. അവരെല്ലാവരും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു പ്രഭാത വിരുന്ന്, അതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാ വ്യക്തികളെയും, പ്രത്യേകമായിട്ട് നമ്മുടെ ഗുഡ്നസ് TV-യെ, അതുപോലെ തന്നെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തെ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവെ, ഈ ഒരു ശുശ്രൂഷയുടെ പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കുക, ആശീർവദിക്കുകയും ചെയ്യണമേ. എൻ്റെ നാമത്തെ പ്രതി ആർക്കെങ്കിലും ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുക്കുന്നവൻ 100 ഇരട്ടിയായിട്ട് പ്രതിഫലം നൽകുന്നു വാഗ്ദാനം ചെയ്ത കർത്താവെ, ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ച എല്ലാ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യണമേ. നമുക്ക് ഈ പ്രഭാതത്തിൽ നന്ദിയോടുകൂടി ആയിരിക്കാം. പ്രത്യേകിച്ച് ഈ ഒരു ശുശ്രൂഷയിൽ പങ്കുചേർന്ന് നമുക്ക് എല്ലാവർക്കും ഇന്ന് സാധിക്കുമെങ്കിൽ ഒരു ജപമാല ചൊല്ലിക്കൊണ്ട് ഈ ഒരു പ്രോഗ്രാമിൻ്റെ വിജയത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ അമ്മയുടെ ശക്തമായ സംരക്ഷണം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ.
യാഗവേദിയിൽ സകലദാസര ഇവർ മാറിയിടാൻ ഈ യാഗം സമ്പൂർണ്ണമാകാൻ മനസ്സിൽ തവ സ്നേഹം ധാരയായി ചൊരിയണമേ. താഴ്ചയേകാം ദൈവമേ, യാഗമാകാം മോദമായി. യാഗവേദിയിൽ സകലദാസര ഇവർ മാറിയിടാൻ ഈ യാഗവേദിയിൽ സകലദാസര ഇവർ മാറിയിടാൻ. ഈ അവസരത്തിൽ പരിശുദ്ധ കത്തോലിക്ക സഭയോട് ചേർന്ന് നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ മാർപ്പാപ്പയോട് ചേർന്ന് എല്ലാ മെത്രാന്മാരോടും എല്ലാ വൈദികരോടും എല്ലാ സമർപ്പിതരോടും ജീവിതം വചനപ്രഘോഷത്തിനായിട്ട് മാറ്റിവെച്ചിരിക്കുന്ന അനേകായിരം അൽമായ സഹോദരങ്ങളോട് ചേർന്ന് നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.